ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു ബിഗിനർ ആണെങ്കിലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടൂളിനെ പറ്റി അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ടൂളിനെ പറ്റിയാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ്റെ ഷോർട്ട് പൊസിഷൻ്റെ ടൂൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ടൂൾ എന്തിനാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ റിസ്ക് എത്ര വരും, നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ച് എത്ര റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യണം, എത്ര പേഴ്സൻ്റാണ് നമ്മൾ റിട്ടേൺ ആയിട്ട് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ആണെങ്കിലും, അതേപോലെ സ്റ്റോക്കിൽ എത്ര പേഴ്സൻ്റെയാണ് റിവാർഡായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു ടൂൾ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഞാനൊരു സ്വിങ്ങിലേക്ക് എടുത്തിട്ടേക്കുന്ന ഒരു സ്റ്റോക്കാണത്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കിയത്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 1 lakh ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത്, അല്ല ക്വാണ്ടിറ്റി എത്ര എടുക്കണമെന്ന് കണ്ടുപിടിച്ച് എത്ര റിസ്ക് എടുക്കണമെന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ എത്രത്തോളം റിവാർഡ് പ്രതീക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു ചാർട്ടിൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 90% ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 1-2 കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലോസ് ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. 120 രൂപയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ ഈ സ്റ്റോക്കിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 1:3 ഇപ്പോൾ 3.1 എന്നാണ് കാണിക്കുന്നത്. അത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ക്യാപിറ്റലിൽ ഒരു 1000 റുപ്പീസ് ഞാൻ ഇത്രയും താഴേക്ക് വരുമ്പോൾ എനിക്ക് 1000 റുപ്പീസ് ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഈ സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് 3000 റുപ്പീസ് ആയിരിക്കും പ്രോഫിറ്റ്. ഇപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ബാക്കി ലൈൻസൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ 1:1 ഇവിടെ കാണാൻ പറ്റും, 1:2 ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് നോക്കുക എന്നുള്ള ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ക്യാപിറ്റൽ ഏകദേശം ഒരു 1 lakh ആണെന്നിരിക്കട്ടെ. ഞാനിതിനകത്ത് ഏകദേശം ഒരു 1000 റുപ്പീസാണ് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൂളിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു 1% റിസ്ക് ഞാൻ 1000 റുപ്പീസാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആദ്യം നോക്കേണ്ടത് ഞാൻ എവിടെ നിന്ന് എൻട്രി എടുക്കുക, എവിടെ നിന്നാണ് എൻ്റെ എസ്സിൽ കൊടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടി. ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ വീണ്ടും ബൈയേഴ്സ് തന്നെയാണ് ഉള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് എൻ്റർ ചെയ്യുവാണ്. അതേപോലെ തന്നെ എൻ്റെ എസ് എൽ ഇവിടെ കൊടുത്തു. 120 രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത്. സ്വിങ്ങിലേക്ക് ഒരു 1-2 ആഴ്ചയിൽ ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടേക്ക് നോക്കുമ്പോൾ എൻ്റെ 120 രൂപയാണ് റിസ്ക് വരുന്നത് ഒരു ക്വാണ്ടിറ്റി മേടിക്കുകയാണെങ്കിൽ കേട്ടോ. അതേപോലെ ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. 1% എന്ന് പറയുമ്പോൾ എനിക്ക് 1000 രൂപയിൽ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യം എത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കാരണം എനിക്കിപ്പോൾ 1 lakh മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആകെ 120 രൂപയിലേ ഞാൻ റിസ്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിതിനകത്ത് 120 രൂപ വെച്ചിട്ട് 8 ക്വാണ്ടിറ്റിനകത്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 120 രൂപ വെച്ച് 8 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 960 രൂപയായിരിക്കും എനിക്ക് ഏകദേശം ലോസ് വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ നമ്മുടെ 1 lakh ക്യാപിറ്റലിൽ ഏകദേശം 1% അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 8 ക്വാണ്ടിറ്റിനകത്ത് മേടിക്കുമ്പോൾ എനിക്ക് ഏകദേശം വരാൻ പോകുന്ന ഒരു 47 സംതിങ് രൂപയാണെന്ന് കൂട്ടിക്കോ. ഒരു 47,000 രൂപയാണ് എനിക്ക് ആവശ്യം വരുന്നത്. എനിക്ക് എൻ്റെ മൊത്തം ക്യാപിറ്റലിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു ലോട്ട് സൈസും കാര്യങ്ങളും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ 1 lakh മൊത്തത്തിലിടുകയാണെങ്കിൽ ഈ 120 രൂപ വെച്ച് നമ്മൾക്ക് റിസ്ക്കും വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസും വെച്ചു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ലോസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യണം, നമ്മുടെ റിസ്ക് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതേപോലെ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പോൾ ക്യാപിറ്റൽ 1 lakh ആണ്. നമുക്ക് എപ്പോഴും ട്രേഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും തുടക്കക്കാരാണെങ്കിൽ എപ്പോഴും ഒരു 1 lakh ക്യാപിറ്റൽ വെച്ചു നമുക്കൊരു റിവാർഡായിട്ടൊരു 2000 ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ റിസ്ക് എടുക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് 4000 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓവറോൾ പ്രോഫിറ്റിലേക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1-2 ട്രേഡ് ഇതുപോലെ ഒരു 4 ട്രേഡ് നമ്മൾ ടോട്ടൽ എടുത്തു എന്ന് ഓർത്തോ. 2 ട്രേഡ് നമുക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി. ഏകദേശം ഒരു 4000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മുടെ റിസ്ക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ട്രേഡിൽ ഒരു റിസ്ക് എടുക്കുന്നത് 2% അല്ലെങ്കിൽ റിവാർഡായിട്ട് പ്രതീക്ഷിക്കുന്നത് 2000 ആണ്. നമ്മളൊരു ട്രേഡിൽ റിസ്ക് എടുക്കുന്ന 4000 ആണ്. നമുക്ക് ഒരിക്കലും പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ എപ്പോഴും റിസ്ക് കൂടുതലാണ്, റിവാർഡ് കുറവാണ്. 4 ട്രേഡിൽ 2 നമുക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി, 2 അടുപ്പിച്ച് ലോസ് വന്നാലും നമ്മൾ വീണ്ടും ഒരു 4000 ലോസിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കൂടുതലും റിവാർഡ് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ട്രേഡിങ്ങിൽ 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ നിൽക്കണമെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ, റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ എനിക്ക് ഒരു ട്രേഡിലേക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് മനസ്സിലായി. 8 ക്വാണ്ടിറ്റിയാണ് എനിക്ക് ആകെ ബൈ ചെയ്യേണ്ടി വരുന്നത്. 8 × 120 കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 960 രൂപ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ 1 lakh ക്യാപിറ്റലിൽ ഏകദേശം 1% റിസ്ക്കാണ് എനിക്കിവിടെ വരുന്നതെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ റിവാർഡായിട്ട് ഞാൻ നോക്കുമ്പോൾ
ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ സ്വിങ്ങിലേക്ക് ഹോൾഡ് ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 20 നോക്കിക്കഴിഞ്ഞാൽ 120 റിസ്ക് വെച്ചു. നമുക്ക് ഇതിനകത്ത് 120 റിവാർഡ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ 1:1 അല്ലെങ്കിൽ ഇപ്പോൾ 1:1 ഇവിടെ കാണാൻ പറ്റും. കാരണം 120 റിസ്ക് ഇവിടെ ടാർഗറ്റായിട്ട് 120 ആണ്. അപ്പോൾ 1:1 ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് 1:2 ഇവിടെ കാണാനായിട്ട് പറ്റും. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ 1% 120 റിസ്ക് എടുക്കുന്നു, 240 രൂപ ടാർഗറ്റ് 1:2 ആയി. അതേപോലെ ഞാൻ നെക്സ്റ്റ് ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. 360 എന്ന് പറയുമ്പോൾ 1:3. ഇപ്പോൾ ഈ ഒരു ട്രേഡ് എനിക്ക് വർക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 1 ലാഖിൻ്റെ 1% റിസ്ക്കാണ് ഞാൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ 3000. അപ്പോൾ അടുത്ത 2 ട്രേഡ് ലോസിലേക്ക് പോയാലും നമുക്ക് പ്രശ്നം വരില്ല, കാരണം പിന്നെയും പ്രോഫിറ്റിലേ നിൽക്കുള്ളൂ. അതിനാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും നോക്കണം എന്ന് പറയുന്നത്. നമുക്കൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളാണ്. ഒരു 1:5 ഒക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. ഇവിടെ റിസ്ക് എപ്പോഴും കുറച്ചെടുക്കുക, കൂടുതൽ റിവാർഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ട്രേഡ് കുറച്ചണം. എന്തായാലും SL വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ SLകൾ വന്നാലും നമുക്ക് പിന്നെയും പ്രോഫിറ്റിൽ നിൽക്കണം. ഈ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. എപ്പോഴും എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഏകദേശം ഞാനൊരു ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു ഈ ഒരു സ്റ്റോക്കിൽ തന്നെയല്ല, ഏതെങ്കിലും ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് നമ്മളൊരു 2 രൂപയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു SL എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമ്മളൊരു ഡൗൺ സൈഡിലേക്കൊരു ട്രേഡ് എടുക്കുന്നു. ഒരു 2 രൂപ SL ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 2 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു. അതേപോലെ ഒരു 4 രൂപ ടാർഗറ്റായിട്ട് എടുക്കുന്നു. ഒരു 2 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ വലിയൊരു സൈസായിട്ടാണ് കേട്ടോ ഈ 2 കാണിക്കാത്തത്. ഇപ്പോൾ 2 രൂപ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു 1 ലാഖ് ക്യാപിറ്റൽ തന്നെയാണ്. നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് 2 രൂപയാണ് ഞാൻ റിസ്ക് ആയിട്ട് എടുക്കുന്നത് ഇൻട്രാഡേ ചെയ്യാൻ നേരത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും? 1 ലാഖ് ക്യാപിറ്റലാണ്, എനിക്ക് 1000 റുപ്പീസ് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനനുസരിച്ച് ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. 500 ക്വാണ്ടിറ്റി എടുത്താലാണ് എനിക്ക് പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അതുപോലെ ആദ്യം ലോട്ട്സ് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെയും പ്രോഫിറ്റിൽ നിൽക്കണം. നമുക്ക് എപ്പോഴും ഒരേ പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ എപ്പോഴും പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിരിക്കണം. നമുക്കൊരു എല്ലാ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 1% റിസ്ക് തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ട്രേഡിലും ആ ഒരു 1% 1000 റുപ്പീസായി എടുക്കാനായിട്ട് പറ്റുള്ളൂ. 1 ലാഖ് ക്യാപിറ്റലിൻ്റെ 1% തന്നെ. ഇപ്പോൾ നമ്മളൊരു 4-5 ട്രേഡ് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മളതിനകത്ത് വലിയൊരു ലോസ് അല്ലെങ്കിൽ വലിയൊരു റിസ്ക് നമ്മൾ കണ്ടും കൂട്ടി എടുക്കാമെന്ന് കഴിഞ്ഞാൽ കിട്ടിയ പ്രോഫിറ്റ് എല്ലാം പോകും, വീണ്ടും ലോസിലേക്ക് തന്നെ എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും കൂടെ ഒന്ന് ഷെയർ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.